എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ നിങ്ങളൊരു റോസ്റ്റിംഗ് വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇവിടെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സജന എന്ന് പറയുന്ന പെൺകുട്ടി ഫിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഭാര്യയായിരുന്നു, രണ്ടാം ഭാര്യ. ഇവർക്കിടയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഇവർ വേർപിരിയുന്നു. ഇവർ രണ്ടും, ഒരാൾ തെക്കും ഒരാൾ വടക്കും പോകുന്നു. ഇതൊക്കെ തന്നെയല്ലേ തെക്കും വടക്കൊക്കെ. രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു. അങ്ങനെ പോയിരിക്കെ പല അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിനകത്ത് പറയപ്പെടുന്നൊരു സാധനം, നമ്മുടെ അടിമോനെ പൂക്കുറ്റി, റസൂൽ പൂക്കുറ്റി, പുള്ളിക്കാരനുമായിട്ടുള്ള ഒരു വിഹിത ബന്ധത്തിലാണ് ഇവരുടെ ബന്ധം വേർപിരിഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്കാണെന്നുള്ളത്. ഇതിനെ ചൊല്ലി ഈ സജന എന്ന് പറയുന്ന ഈ ഫിറോസിൻ്റെ ഭാര്യ വന്നിട്ട് അങ്ങനെ പറയാനേ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പേ സജന ഒരു പോസ്റ്റ് ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. ആ പോസ്റ്റ് ഡിലീറ്റും ചെയ്തു. പക്ഷെ നമ്മളാരാ മുതൽ നമ്മളത് പൊക്കി, നമ്മളത് അന്നേരം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. 9 വീക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഗബ്രിണിയാണ് എന്ന് കാണിക്കുന്നൊരു പോസ്റ്റാണ് ഇട്ടേക്കുന്നത്. ഗബ്രിണി എന്ന് പറഞ്ഞ് കാണിക്കുന്ന പോസ്റ്റിനകത്ത് റസൂൽ പൂക്കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു മ്യാസ്മരിക ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പുള്ളിക്കാരി ഗർഭിണിയാണ്, ഗർഭിണി കൊച്ചിൻ്റെ അച്ഛൻ ഈ പൂക്കുട്ടി അച്ഛനാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്കങ്ങനെ കേട്ടോ മനസ്സിലായത്. ഈ പോസ്റ്റ് ഇപ്പം ഇല്ല, ആ പോസ്റ്റ് അടിച്ച് തൂക്കി വിട്ടിട്ടുണ്ട് സാധനം. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. വിഷയം എന്ന് പറഞ്ഞാൽ, ഈ സജന എന്ന് പറയുന്ന പുള്ളിക്കാരി ഒന്ന് വിവാഹം കഴിച്ചിട്ട് ആ ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം ഈ ഫിറോസ് എന്ന് പറയുന്ന ലയാളുമായിട്ട് കല്യാണം കഴിച്ച് ആ ബന്ധം വേർപിരിഞ്ഞിട്ടാണ് പൂക്കുട്ടിയിലേക്ക് പോയത്. ഇതാണ് അവരുടെ ഒരു സ്റ്റോറി. ഇങ്ങനൊരു സ്റ്റോറിയും സമാനം തന്നെ. ഇങ്ങനെ ഒരു ലോകോത്തര നിലവാരമുള്ള കോഴിയാണെന്നാണ് പറയപ്പെടുന്നത്. ആരാ? പൂക്കുട്ടി അത് തന്നെയാണ്, ഫിറോസും അത് തന്നെയാണ്. മൊത്തത്തിൽ ഒരു അടിപൊളി സെറ്റപ്പാണ് ഇത്. ഇവരെല്ലാം വൈബ് ടീംസാണ്. ഇങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഈ ഫിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ കർമ്മ ഈസെ തിരിച്ചെറിഞ്ഞു വരുന്ന സാധനം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സജന പറയുന്നത് ഫിറോസ് ഏതോ പെണ്ണിനെ കയറി ചുംബിക്കുന്നത് കണ്ടു, അങ്ങനെ അയാളുടെ അവിഹിതത്തിലാണ് ഈ ബന്ധം വേർപിരിഞ്ഞതെന്ന്. ഫിറോസ് പറയുന്നത് പൂക്കുട്ടിയുമായിട്ടുള്ള അടിമോനെ പൂക്കുറ്റി, അതിലാണ് ഈ ബന്ധം വേർപിരിയുന്നതെന്ന്. പൂക്കുട്ടി എനിക്ക് മനസ്സാവാജ കർണാടക അറിഞ്ഞൂടെ, ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്നാണ് പൂക്കുട്ടി പറയുന്നത്. ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഏതായാലും സജന ഇട്ട പോസ്റ്റിനകത്ത് ഇവർ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു ഡിങ്കി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാസം മുമ്പ് സജന പറഞ്ഞ ഒരു കാര്യം നമുക്ക് കേൾക്കാം. ആരാ? ഈ കിടിലും ഫിറോസിനെ കെട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട്. അതാദ്യം കേട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോവാം. മാരേജ് സർട്ടിഫിക്കറ്റാണ് എൻ്റെ ഫിറോസിൻ്റെ. 2024 ഒക്ടോബർ 23 ഞങ്ങളെ മാരേജ് നടന്നത്. ഈ മാരേജ് നടക്കുന്നതിന് മുന്നേ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേത് ഒരു അറേഞ്ച് മാരേജ് അല്ല, ചെറിയൊരു ലവ് മാരേജ് ആണ്. ഈ പുള്ളി എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നതും സംസാരിക്കുന്നതും അപ്പം അറിയത്തില്ലല്ലോ. അല്ല അപ്പം അങ്ങനെയല്ല, എല്ലാം കണക്കാണ്ട് കുഴപ്പമില്ല, ടാലി ആയി പോകും. ഞങ്ങൾക്ക് ഒരു മാസത്തെ ചെറിയൊരു സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് കല്യാണം ആലോചിച്ച് വന്നപ്പോൾ സമയത്ത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഞാൻ ഓൾറെഡി സെക്കൻഡാണ്, ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സാണ്, എനിക്കതിലൊരു കുഞ്ഞുണ്ട് എന്നെല്ലാം പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു. ഇതൊരു മാസ്മരിക സെറ്റപ്പ് എന്താണെന്നറിയോ? പുള്ളിക്കാരി ഒന്ന് കെട്ടി, അതിലൊരു കൊച്ചുണ്ട്. പിന്നെ ഫിറോസിനെ കെട്ടി, അതിലൊരു കൊച്ചുണ്ട്. ഇപ്പം മൂന്നാമത് പൂക്കുട്ടിയുടെ കൂടെ പോയി, അതിലൊരു കൊച്ചുണ്ട്. ഇത് ഇപ്പം എന്താ ഇപ്പോൾ പറയുന്നത്? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുള്ളേ പോകും. അതുകൊണ്ടൊന്നും പറയുന്നില്ല, നമുക്ക് ബാക്കി കേൾക്കാം. തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു ഈ ഒരു പ്രശ്നത്തിൽ. എന്നിട്ടും ഞാൻ സഹിച്ച് നിന്നു. കാരണം സെക്കൻഡ് മാരേജ് അല്ലേ, നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ് ഇനി രണ്ടാമത്തെ മാരേജും അതും പ്രശ്നമായി എന്ന് പറയുന്നത് പേടിച്ച് തന്നെ. സത്യം പറഞ്ഞാൽ ഇപ്പൊ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ ഭയങ്കര നല്ല പേരാണ്. 1 കെട്ടി കുഞ്ഞുണ്ടായി പിരിഞ്ഞു, 2 കെട്ടി കുഞ്ഞുണ്ടായി പിരിഞ്ഞു, 3 കെട്ടിയില്ല കുഞ്ഞുണ്ടാവുന്നു. ഇനി അത് അപ്പം പിരിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പം നല്ല പേരാ. ഇത് മറ്റേ ലൈനകത്ത് പറയുന്ന പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യത്തെ മറ്റേ ഇന്നായി കഴിഞ്ഞിട്ടല്ലോ പിന്നെ ഭയങ്കര ഇല്ല മോഹിനിയാട്ടത്തിൽ പറയുന്ന പോലെ, ഭരതനാട്യം 2 പറയുന്ന പോലെ. അതേപോലെ തന്നെ പുള്ളിക്കാരി ഇപ്പോൾ ത്രില്ലടിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരി മാത്രം പറയണ്ട, പുള്ളിക്കാരിൻ്റെ കൂടെ നടക്കുന്ന പുള്ളിക്കാരന്മാരെയും പറയണം. ഇതിനകത്ത് ഈ സജിൻ തുടക്ക സമയത്ത് ഈ റസൂൽ പൂച്ചക്കുട്ടിയായിട്ടാണ് ബന്ധം എന്ന് അറിഞ്ഞപ്പോഴത്തേനും വന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. ആ കാര്യം അന്ന് ഞാൻ റിയാക്ട് ചെയ്തില്ല. പക്ഷേ ഇന്നിപ്പോൾ അത് കേട്ടാലേ അതിൻ്റെ ഒരു പ്രസക്തി കറക്റ്റ് ആകത്തുള്ളൂ. അപ്പം അന്ന് ഇവരോട് ഈ പൂക്കുട്ടി കാരണമാണോ പട്ടിക്കുട്ടി ഇതിങ്ങനെ പിരിഞ്ഞു പോയതെന്ന് ചോദിച്ചപ്പോഴത്തേനും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. അതുപോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം
ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് ആ ഫോട്ടോ ഇപ്പൊ ഇല്ലല്ലോ, ഡിലീറ്റ് ചെയ്തല്ലോ. ഓരോ ഫോട്ടോ ഇടും ഡിലീറ്റ് ചെയ്യും, ഫോട്ടോ ഇടും ഡിലീറ്റ് ചെയ്യും, നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കും, ലവന്മാരെ പേടിപ്പിക്കും. ഇത് തന്നെ സ്ഥിരം പരിപാടി. ഇത് തന്നെ ഇപ്പോൾ ഏതോ സീരിയലിനകത്തൊക്കെ വലിയ നടിയാ. എന്റെയും ഫിറോസിക്കാടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞോണ്ട് എന്ത് മോശമാണ് ഇതൊക്കെ. ഇത് ജഗ്കള് ചോദിക്കേണ്ടതല്ലേ, എന്താണിത്, എന്ത് മോശമാണ് ഇതൊക്കെ. അയാളുടെ ജീവിതം തകർക്കാൻ, നിങ്ങളുടെ ജീവിതം തകർക്കുന്നത് ഇയാൾ കാരണമാണെന്ന് പറയുന്നത് മോശം. നിങ്ങൾ വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ ജീവിതം തകർക്കുന്നത് ഏതോ കുളിമുറിയുടെ അവിടെ കണ്ട് വെച്ചിട്ട് ഇയാൾ ലിപ് ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അത് മോശമല്ല. ഇതാണ് മോശം. അപ്പം നാട്ടുകാർ ഇവരുടെ ബന്ധം വേറെ, അവിഹിത ബന്ധം എന്ന് പറയുന്നത് മോശവും, ഇവർ അവരുടെ ബന്ധം, അതാ ഫിറോസിൻ്റെ ബന്ധം വിഹിത ബന്ധം എന്ന് പറയുന്നത് ബെസ്റ്റ് സാധനവും. നല്ല 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 എത്തിക്സ്. ബാക്കി പറ. എനിക്കും ഫിറോസിക്കാക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയൊന്നും അല്ലല്ലോ അല്ലേ കടന്നു വന്നത്. മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കുടുംബം താറുമാറായി തത്തിരിത്തോണമായത്, മറ്റെന്തോ പ്രശ്നമാണ്. അപ്പം ഇവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കൊച്ചിനെ ഈ ഫിറോസിക്ക അച്ഛൻ കൊച്ചച്ഛൻ പൊന്നുമില്ല മുത്തുമണി പോലെ നോക്കിക്കോളാന്ന് പറഞ്ഞ് പിന്നെ ആ പരിസരത്തോട്ട് പോയില്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയല്ല, ആ കൊച്ചിനെ അവനെ മാറ്റവനെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പിന്നെ ഞാൻ ഗർഭിണിയായപ്പോൾ ഞാനല്ല ഇവർ ഗർഭിണിയായപ്പോൾ വേറെ ബന്ധം, ഇങ്ങനെ എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് നാട്ടുകാർ മൂന്നാമതൊരാൾ കടന്നു വന്നിട്ടല്ല ഞങ്ങൾക്കിടയിൽ വേർപാടുണ്ടായതല്ല, ഞങ്ങൾ വേർപിരിഞ്ഞത്, മറ്റ് ഞങ്ങളുടേതായ കുറേ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ബാക്കി പറ. കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്. പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളത് പറ, ഇല്ലാത്ത ഇല്ല ഉള്ളതെന്തുവാന്ന് അറിയാതെ എങ്ങനെ ഇപ്പോൾ ഉള്ളതെന്തോന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളത് നിങ്ങൾ പറ, നിങ്ങൾ പറയുന്നുള്ളതിനെ ഞങ്ങൾ എടുത്തിട്ട് ഉള്ളത് പറയാം. നിങ്ങളൊട്ടുള്ളത് പറയത്തുമില്ല, ഉള്ളത് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനോട്ട് അംഗീകരിക്കത്തുമില്ല, കാണുന്ന നാട്ടുകാരെ കുറ്റം പറയുകയും ചെയ്യും. ഉള്ളതെന്താ, ആരോട് ചോദിച്ചാൽ നമുക്ക് ഈ ഉള്ളത് അറിയാൻ പറ്റും? അതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. പോസിബിൾ ഉണ്ടാക്കിയിട്ട് ഇന്ന ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പറഞ്ഞോളൂ, നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് മറിച്ച് ഓക്കെ ഹാപ്പി കേൾക്കുന്നുണ്ട്. ആ മെക്കാനിസം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾ ആവശ്യമില്ലാത്ത കഥ പറഞ്ഞു വരത്തില്ല. ഞങ്ങളുടെ കുടുംബം പിരിയാനുള്ള കാരണം പൂക്കുട്ടിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ പറയരുത്. എന്തിന് ഗോസിപ്പൊക്കെ പറഞ്ഞു വരുന്നത്? നിങ്ങൾ പറഞ്ഞോളൂ, ഞാനും അയാളും തമ്മിൽ വേറൊരു ബന്ധമുണ്ട്, ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിയാൻ പോന്നു, ഹാപ്പി പറഞ്ഞോളൂ. ലോജിക്ക് ശരിയാകുന്നില്ലല്ലോ. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? പിരിയാൻ കാരണം അതല്ല, പക്ഷെ ഇപ്പം ഞങ്ങൾ പ്രണയത്തിലാണ്, ഇപ്പം ഞങ്ങൾ ഒന്നിച്ച്, അതാണ്. അങ്ങനെ പറയുന്നത് ഗോസിപ്പ് ശരിയല്ല. പക്ഷേ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു ഐ ആം ഹാപ്പി, ഇത് മൊത്തത്തിൽ ഇത് മറ്റല്ല അതുപോലുണ്ട്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് 1 രൂപ കൂടുമ്പോൾ നമ്മൾ അതിന് ആനുപാതികമായി 2 രൂപയല്ലേ കൂട്ടിയുള്ളൂ. അല്ല, ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ നമ്മൾ ഇവർ ആനുപാതികമായി 2 രൂപയല്ലേ കൂട്ടിയുള്ളൂ എന്ന് പറയുന്ന പോലെ സെറ്റപ്പാട്ടോ ചേച്ചി വന്ന് പറയുന്നത്. എനിക്കൊന്നും പിടികിട്ടിയിട്ടില്ല. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി എൻ്റെ പ്രശ്നമായിരിക്കും, ബാക്കി കേൾക്കാം. സന്തോഷമുണ്ട്, ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് മറിച്ച് ഓക്കെ ഹാപ്പി കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്, അതൊന്നും എനിക്ക് ഇഷ്യൂസ് ഇല്ല. ഇപ്പം ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നോ ഞാനും അങ്ങനെ പലതും വന്നു, അതെന്തോ ആയിക്കോട്ടെ. അതെനിക്കൊരു ഇത് 1.5 മാസം മുമ്പ് വന്ന വീഡിയോ. ഇതില്ല മറ്റൊരു നമ്മുടെ ഒരു ബനാന ടോക്ക് ഉണ്ടല്ലോ, ഓടുന്ന പട്ടിക്ക് അവൻ്റെ മുമ്പിൽ കയറി എറിയുന്ന പരിപാടി, ആ പരിപാടി ചെയ്തതാ. അത് തന്നെ സംഭവം. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ വരും. അപ്പം ഈ വീഡിയോ വരുമ്പോൾ ഇപ്പോൾ 9 വീക്ക് എന്ന് പറയുമ്പോൾ 2.5 ആഴ്ച, 4 ആഴ്ചയല്ലേ ഒരു മാസം, 4 4 8 2.5 മാസം. അപ്പോൾ ഇപ്പോൾ ഈ പുള്ളിക്കാരി ഗർഭിണിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് പുറത്തേക്ക് വരുമ്പോൾ പറയും നിങ്ങൾ തമ്മിൽ ഇൻവോൾവ് അല്ലായിരുന്നോ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോഴേ എറിഞ്ഞിട്ടതാണ്. ഈ വീഡിയോ ചെയ്യുമ്പോൾ പുള്ളിക്കാരി ഗർഭിണിയാണ്. അപ്പോൾ അപ്പോഴേ പറഞ്ഞു വെക്കുകയാണ് ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാന്ന് നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധമാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, ഹാപ്പി ഐ എം ഹാപ്പി മച്ചാ, പക്ഷേ എൻ്റെ കുടുംബം ബിരിയാണി അത് പറയാൻ പാടില്ല. എന്തൊക്കെയാണോ എന്തോ ഇഷ്യൂസേ അല്ല ഇനി ആരുമായിട്ടായാലും. പക്ഷേ ഞങ്ങൾ ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിയാൻ എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. കാരണം
അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഭയങ്കര മോശം പരിപാടിയാട്ടോ. ഇതൊക്കെ വളരെ മ്ലേച്ഛകരമായിട്ടുള്ള പരിപാടിയാണ്. മെഴുകുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അല്ലെങ്കിൽ ഗർഭിണിയാകെ നോക്കണമായിരുന്നു. നമ്മുടെ രാജ്യത്തെ സെറ്റപ്പൊക്കെ ഇല്ലേ? ചുമ്മാ ഇരുന്നങ്ങ് മെഴുകുകയാണ്. എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ വീണ്ടും ക്യാമറ ഓൺ ചെയ്ത് വന്നിട്ട് മനുഷ്യന് മനസ്സിലാകാത്ത പോലെ കുറേ ന്യായീകരണം പറയും. അത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തന്നെ ഭയങ്കര മോശമാണ്. കാരണം അവിടെ നിങ്ങൾ കാണിക്കുന്നതൊക്കെ സെറ്റപ്പ് പരിപാടിയാണ്. നാട്ടുകാരെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്ന പ്രശ്നം. നിങ്ങൾ കാണിക്കുന്നതൊക്കെ കിഡോസ്കി സാധനം. ഇതിനകത്ത് ഈ പൂക്കുട്ടി എന്ത് ചെയ്യുക? പൂച്ചക്കുട്ടി കണ്ടപ്പോൾ ഓടിയെന്ന് തോന്നുന്നില്ല. അയാളുടെ കണക്കൊക്കെ ആക്കുന്നില്ല. ആദ്യത്തെ ഓസ്കാർ കൊണ്ടുവന്നതാ. ഇപ്പോൾ ഓസ്കാറോട് ഓസ്കാർ ഉള്ള വീഡിയോ, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഏതൊക്കെയോ ആൾക്കാർ തമ്മിലുള്ള എത്രയോ ആൾക്കാർ ഫിറോസ്ഖാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നാളെ കാലത്ത് ഞാൻ അവരുമായിട്ടൊരു ഫോട്ടോ ഇട്ടാലും ഞങ്ങളുടെ ജീവിതം തകരാൻ കാരണം അവരായിരിക്കും. ഒന്നും പിടികിട്ടിയില്ല. അപ്പോൾ ആ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് റസൂൽ പൂക്കുട്ടിയും ഈ ഫിറോസും കൂടെ അതുകൊണ്ട് ഫോട്ടോ ഇട്ട് ആ ഫോട്ടോ ഇട്ടപ്പോഴത്തേനും അത് ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞു വരുത്തിയെന്നാണ്. എന്തൊരു പുല്ലാന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും സംഭവം ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരി 1 കെട്ടി പിരിഞ്ഞു, 2 കെട്ടി പിരിഞ്ഞു, 3-ാം ദൂരത്തിൻ്റെ കൂടെ ഗർഭിണിയായി. ഈ ഗർഭിണിയായ സാധനം പുറത്ത് വിട്ട സാധനം ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റസൂൽ പൂക്കുട്ടി ഇതുവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനല്ല എന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനാണ് എന്നും പറഞ്ഞിട്ടില്ല. സോ പൂക്കുട്ടിക്ക് എന്തോ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പം എന്തായാലും അയാളുടെ പേര് താറുമാറായി. ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടോ? നീ എന്നെ നോക്കിക്കോ, പോറ്റിക്കോ, പൈസ തന്നോ, ഇല്ല ഇപ്പം ഞാൻ അതെടുത്ത് പുറത്തോട്ട് പന്നി എന്ന് പറഞ്ഞതുപോലെ ഉണ്ടോ? ഇനി എനിക്ക് മാത്രം തോന്നിയാണെന്ന് അറിയത്തില്ല. എന്തായാലും കൊള്ളാം. നല്ല ഫസ്റ്റ് ടീമുകളാണ്. എല്ലാവരും കൊള്ളാം. പൂക്കുട്ടിയും കൊള്ളാം, സച്ചിനെയും കൊള്ളാം, മറ്റേ ഇത് ഫിറോസ് ഇക്കയും കൊള്ളാം. എല്ലാവരും മികച്ചതാണ്. ഇതിനകത്ത് യുദ്ധം തിന്മയും തമ്മിലാണ്. അതിലേത് തിന്മ വലിയ തിന്മ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമ്മളിങ്ങനെ സമൂഹത്തിലേക്കൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അവിഹിത ബന്ധങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഇവിടെ ഉണ്ട്. അങ്ങനെ കുത്തൊഴുക്കുണ്ടാകാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഒരുത്തനുണ്ടല്ലോ, അപ്പോൾ മറ്റൊരുത്തനെ കാണുമ്പോഴത്തേനും അവനിലേക്ക് അട്രാക്ഷൻ തോന്നും. അവൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അവൾ കെട്ടിയതാ, തലയിലാവൂല. ഇതാണ് അവൻ്റെ സെറ്റപ്പ്. ഈ പെണ്ണുങ്ങളുടെ സെറ്റപ്പ് എന്താ? അവൻ്റെ സ്നേഹം കിട്ടുന്നു, യവൻ്റെ സ്നേഹം കിട്ടുന്നു. യവൻ കുറേ സാമാനങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി ചിലവാക്കും, നമുക്ക് ചിലവാക്കാൻ കറങ്ങി കിടക്കും, ഒരു പൊട്ടെ. ഇങ്ങനെയാണ് മെജോറിറ്റി ആളുകളും ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഹിതം എന്ന് പറയുന്ന സാധനം നടക്കുന്നത്. ഈ വിഹിതത്തിന് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇവനുണ്ട്, അവനുണ്ട്, പിന്നെ എനിക്കുണ്ടായാലെന്ത്? ഈ ഒരു സാധനം, അതായത് ഭയങ്കരമായിട്ട് ഈ സാധനത്തിനെ നോർമലൈസ് ചെയ്യുന്നൊരു പ്രസ്ഥാനവും നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടിട്ടാണ് ഇതിനെ വളരെ നാച്ചുറലായിട്ട് കാണുകയും അതിനെന്താ, അത് നല്ലതല്ലേ, സ്നേഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കാനുള്ളതല്ലേ, ഞാൻ അവനും കൊടുക്കുന്നു, ഞാൻ ഇവനും കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ നമ്മുടെ ഇയാളുണ്ടല്ലോ റസൂൽ പൂക്കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. നമ്മൾ പിള്ളേരെ പറഞ്ഞു വളർത്തണം, നേർവഴിക്ക് നടത്തണം. അല്ല, അണ്ണൻ്റെ വീട്ടിൽ ആരും ഇല്ലായിരുന്നേ, എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇപ്പം ശരിക്കും 2.5 മാസം ഗർഭിണി, കൊച്ചിൻ്റെ അച്ഛൻ ശരിക്കും ഇയാൾ തന്നെ. DNA എടുക്കാൻ നടക്കണം. കൊള്ളാം, നല്ലതാ. നിങ്ങൾ ഇതേപോലെ ഓരോന്ന് ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടേതായ മനസാക്ഷിയെ തൊട്ട് എത്തിക്സ് പ്രകാരം ഓരോന്ന് ചെയ്താൽ നല്ലതായിരിക്കും. പൂക്കുട്ടി മികച്ചതാ. അയാൾ കല്യാണം കഴിച്ച് സെറ്റപ്പായിട്ട് ജീവിക്കുക. അപ്പോൾ അയാളുണ്ടാക്കിയത് വിഹിതം. ഈ സജന ഫിറോസിക്കയുടെ കൂടെ നിൽക്കുന്നത് അവരുണ്ടാക്കിയത് വിഹിതം. ഈ ഫിറോസ് എന്ന് പറയുന്നവൻ ലോക കോഴിയായി. ഇവരെന്തോ പരിപാടി ചെയ്തപ്പോൾ അവിടെ വെച്ച് ഉമ്മ വെച്ച് കയ്യിൽ പിടിച്ചു സിഗരറ്റ് വലിച്ചു എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ ഒരു വിഹിതം. ഇതൊരു ത്രികോണ മധ്യ വിഹിതക്കളിയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയപ്പെടുത്തുക. എനിക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേരെ. ബൈ.